ഈ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോൾ 171 കോടി രൂപയാണ് ആരോഗ്യ വകുപ്പിന് വേണ്ടി ബഡ്ജറ്റിൽ അനുവദിച്ചിരുന്നു എങ്കിൽ ഇപ്പോ 655 കോടി രൂപയാണ് ആരോഗ്യ വകുപ്പിന് വേണ്ടി ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ളത് എന്നുള്ളത് സന്തോഷത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയുകയാണ്. 1.5 ലക്ഷം രൂപ ഒരു വർഷം ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന 100 സീറ്റുകൾ തിരുവനന്തപുരത്ത് വരികയാണ്. മെഡിക്കൽ കോളേജ് എല്ലാ ജില്ലയിലും ഓരോ മെഡിക്കൽ കോളേജുകൾ വരികയാണ്. അത് ചികിത്സാ രംഗത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ, ആരോഗ്യ പരിപാലന രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും വളരെയധികം കുതിച്ചുചാട്ടം ഈ കാലഘട്ടത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നാളെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചരിത്രത്തിലാദ്യമായി കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ എല്ലാം പൂർത്തീകരിച്ച് 3-ാം തീയതി മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. 585 ഐറ്റം മരുന്നുകൾ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുകയാണ്. അതിലേക്ക് വേണ്ടി 300 കോടി രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. 5004 പോസ്റ്റുകളാണ് ഇവിടെ 4.5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ആരോഗ്യ വകുപ്പിൽ മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. 8ഓളം ആശുപത്രികൾക്ക് ചരിത്രത്തിലാദ്യമായി ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ NABH അക്രഡിറ്റേഷൻ നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞു. ഒരു സാഹചര്യമാണ്. കാഷ്വാലിറ്റി വന്നാൽ